പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭീകര രാഷ്ട്രത്തിന് അവർക്ക് ലോകത്തിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ തകർക്കുക. അതിനായിട്ട് അവർ നിരന്തരമായിട്ട് അവരുടെ രാജ്യത്തുള്ള ഭീകരവാദ സംഘടനകളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചുകൊണ്ടും നിരന്തരമായിട്ട് ആക്രമണം നടത്തുക. അത് സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ജനങ്ങളെ, പൗരന്മാരെ ആക്രമിക്കുക, പോലീസിനെ ആക്രമിക്കുക, സൈനികരെ ആക്രമിക്കുക. നമ്മളൊരു വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൽ മാത്രം 2 ലക്ഷത്തോളം ആളുകളെയാണ് ഇവർ ഇതുപോലെ സൈനികരെയും പോലീസിനെയും സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും വെച്ച് നോക്കുമ്പോൾ ഇത്രയും ആളുകളെ ഇവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള കണക്ക്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ എപ്പോഴും, ഇന്ത്യ മഹാരാജ്യം എപ്പോഴും നമ്മുടെ സർക്കാർ പാകിസ്ഥാൻ സർക്കാരിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ മുംബൈ ഭീകരാക്രമണമാണെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് ഉത്തരവാദിത്തം നിങ്ങളുടെ രാജ്യത്തുള്ള ഭീകര സംഘടനക്കാണ്. അപ്പം അതുകൊണ്ട് ഇതിന് ഈ ഒരു ആക്രമണം ആസൂത്രണം ചെയ്തിട്ടുള്ള ഭീകര തലവനെ, ഈ ഭീകരവാദ സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഇന്ത്യക്ക് കൈമാറണം. ഇവരാണിത് ചെയ്തതെന്ന് കൃത്യമായിട്ടുള്ള എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവർക്ക് നേരെ അല്ലെങ്കിൽ ഇവരോട് പറയുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ശരിയായിരിക്കാം, ഈ ഭീകരവാദ സംഘടനയായിരിക്കാം ഇത് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇതിൽ പാകിസ്ഥാനുമായിട്ട് ബന്ധവുമില്ല, ഈ പറയുന്ന ഭീകരവാദികൾ പാകിസ്ഥാനിലുമില്ല. ഇതാണ് എപ്പോഴും പാകിസ്ഥാൻ പറയാറ്. പാകിസ്ഥാൻ ഇത് നിരന്തരമായിട്ട് ഇന്ത്യയോട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, 2014 നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ഇവർക്ക് നിരന്തരമായിട്ട് ഇവരുടെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ ജിഹാദി ഭീകരവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു കലാപരിപാടിയാണ്. അവർക്ക് സിമ്പിളായിട്ട് ഇന്ത്യയിൽ വന്ന്, ഇപ്പോൾ മുംബൈ ഭീകരാക്രമണം നടത്തിയ നമുക്കറിയാം, അജ്മൽ കസബ് വന്നത് അജ്മൽ കസബും കൂട്ടരും വന്നത് ഒരു ബോട്ടിലാണ്. ഇവന്മാർ ബോട്ടിൽ വന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്ന് നേരെ മുംബൈ തീരത്തടുത്ത് അവർക്ക് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ ഇവിടെയുള്ള ജിഹാദികളുടെയും ഒന്നിച്ച് ഈ സാധനം സെറ്റ് ചെയ്ത് ഇവർക്ക് എവിടെയെല്ലാമാണ് ആക്രമണം നടത്തുന്നുള്ള സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുന്ന രീതിയിലൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ഭീകരവാദികളുടെ സഹായത്തോടുകൂടി കാര്യം കൃത്യമായി നടപ്പിലാക്കി. ഈ ഭീകരവാദികളെ ഇന്ത്യ ചോദിച്ച സമയത്തും പാകിസ്ഥാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. പല ഭീകരവാദികളെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചോദിച്ചപ്പോൾ ഇതേ നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇത് നിരന്തരമായിട്ട് തുടർന്നു പോകുന്ന ഒരു സമയത്ത് ഇന്ത്യക്ക് ഇതിലൊരു പരിഹാരം കാണണം. ഇതിൽ ഒരു സംശയമില്ല. ഇന്ത്യയെ ഉപദ്രവിച്ച ആളുകളെ ജീവനോടെ ഇനി വെക്കാൻ പാടില്ല. ഇതിൻ്റെ നിലവിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇന്ത്യ മഹാരാജ്യം സ്വീകരിച്ചിരിക്കുന്നത്. ഒരു തർക്കമില്ല. പാകിസ്ഥാനിൽ ഇല്ല എന്ന് പറയുന്ന ഭീകരവാദികൾ ഇപ്പോൾ കുറേ നാളുകളായിട്ട്, ഒരു 3 വർഷമായിട്ട് നിരവധി ആളുകൾ അവിടെ മരിച്ചു വീണിട്ടുണ്ട്, വെടിയേറ്റ് മരിച്ചു, അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ഇവരാരും പാകിസ്ഥാനിൽ ഉണ്ട് എന്ന് പാകിസ്ഥാൻ സർക്കാർ വാദം ഉന്നയിക്കുന്നില്ല. ഇവരില്ല എന്നാണ് പറയുന്നത്. ഇവർ അഫ്ഗാനിസ്ഥാനിലോ ഇറാഖിലോ ഇറാനിലോ അല്ലെങ്കിൽ ലെബനനിലൊക്കെ പോയി നിങ്ങൾ അന്വേഷിക്കുക, ISIS ക്യാമ്പിലേക്ക് ഇവർ പോയി, ഇങ്ങനെയൊക്കെയാണ് പാകിസ്ഥാൻ സർക്കാർ പറയാറ്. അപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്യാറ്? ഇന്ത്യ മൗനമായിട്ട് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇരുന്നിട്ട് കൃത്യമായിട്ട് 2019 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിനൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാനിലാണോ ഈ ഭീകരവാദികൾ ഉള്ളത്, അവരവിടെ പോയി തീർക്കുക. ഇത്രേ ഉള്ളൂ. ഇതാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത്. ഇത് നല്ല ഗംഭീരമായിട്ട് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് വലിയ വേദന ഉണ്ടാക്കിയ ഒരു തട്ടിക്കൊണ്ടുപോകലുണ്ട്. അത് നമ്മുടെ ഒരു നാവികസേന ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ്റെയും ഇറാൻ്റെയും അതിർത്തി പ്രദേശത്തു നിന്നാണ് തട്ടിക്കൊണ്ടുപോയത്. കുൽഭൂഷൺ യാദവ് എന്നാണ് ഈ പറയുന്ന റിട്ടയർഡ് ആയിട്ടുള്ള ഒരു നാവിക ഉദ്യോഗസ്ഥനാണ്. ഈ പുള്ളിക്കാരൻ ഒരു ഇന്ത്യയുടെ ചാരസംഘടനയുടെ ഏജന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബലൂചിസ്ഥാനിൽ വെച്ചുകൊണ്ട് ഈ പറയുന്ന ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയത്. ഈ ഭീകരവാദികൾ തട്ടിക്കൊണ്ട് പോയിട്ട് ISISന്റെ ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ISI എന്ന് പറയുന്ന ഈ പറയുന്ന പാകിസ്ഥാന്റെ ചാരസംഘടന, ഇത് പൂർണ്ണമായിട്ടൊരു ഭീകര സംഘടന തന്നെയാണ്. അല്ലാതെ ഒരു രാജ്യത്തിന്റെ ചാരസംഘടനയായിട്ട് ഇവന്മാരെ കാണാൻ സാധിക്കില്ല. അത്രത്തോളം വലിയ രീതിയിൽ ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കാൻ വേണ്ടി ജമ്മു കാശ്മീരിലും മറ്റ് പ്രദേശങ്ങളിലും ഇവർ നിരന്തരമായിട്ട് ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് കുൽഭൂഷൺ യാദവിനെ പൊക്കിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ മുഫ്തി ഷാമിർ എന്ന് പറയുന്ന ISI ഏജന്റും ഒരു മതപണ്ഡിതനുമാണ് ഈ പറഞ്ഞ വ്യക്തി. ഇയാള് ബലൂചിസ്ഥാൻകാരനാണ്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഇയാൾ താമസിക്കുന്നത്. ഇവന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അന്ന് ഇവൻ വലിയ രീതിയിലുള്ള ഒരു നോട്ടപ്പുള്ളിയായിട്ട് ഇന്ത്യയുടെ മാറുന്നു. അവൻ പാകിസ്ഥാനികളുടെ ഒരു ഹീറോയായി മാറുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാവിക സൈനികനെ അല്ലെങ്കിൽ മുൻ നാവിക സൈനികനെ
പൂർണ്ണമായിട്ടും പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു തരത്തിലേക്കൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക അത് വളരെയധികം നമ്മളെ സംബന്ധിച്ച് വേദന ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. ആ ഉദ്യോഗസ്ഥർ എന്ന് വെച്ചാൽ ഈ കുൽഭൂഷൺ യാദവിനെ പാകിസ്ഥാൻ കോടതി ചാരപ്രവൃത്തി ആരോപിച്ചുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിച്ച് ഇരിക്കുകയാണ് 2017. 2016 മാർച്ച് മാസം 3-ാം തീയതിയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് കൂടി നമ്മളൊന്ന് ആലോചിക്കണം. ഈ പറയുന്ന മുഫ്തി ഷാമിർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ വെടിയേറ്റ് മരിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. ഈ മുഫ്തി ഷാമിർ മരിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇയാളുടെ കൂട്ടാളികളായിട്ട് 2 പേരും ഇതിനു മുന്നേ മരിച്ചിരുന്നു. ആ 2 ടൈമിലും ഇവനെ തന്നെയാണ് ലക്ഷ്യം വെച്ചത്. പക്ഷേ ഇന്ത്യ മഹാരാജ്യം വിട്ടിരിക്കുന്ന എന്ന് തന്നെ നമ്മൾക്ക് പച്ചയായിട്ട് പറയാം. നമ്മുടെ ഏജൻസികൾ കൃത്യമായിട്ട് രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഈ ഏജൻസികൾ അജ്ഞാതർ എന്നുള്ള രീതിയിൽ അവിടെ ചെന്ന് ഇവന്മാരെ തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജാമിയത്ത് ഉലമ ഈ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രവർത്തനം കൂടിയാണ്. ഇയാൾ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. എങ്ങനെയാണെങ്കിലും നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്, നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. മോദിയെ സംബന്ധിച്ച് ഏത് ഭീകരവാദി അല്ലെങ്കിൽ ഏത് തീവ്രവാദി എന്നുള്ളതൊന്നുമില്ല, അവൻ എവിടെയാണ് താമസിക്കുന്നതെന്നൊന്നുമില്ല, അവനെ അവിടെ പോയി തീർക്കുക എന്നുള്ള നയമാണ് ഇവർക്ക് കൃത്യമായിട്ടുള്ളത്. അതിനുവേണ്ടി സന്നദ്ധരായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്രവർത്തകരെ എല്ലാ തരത്തിലുമുള്ള പരിശീലനവും നൽകിക്കൊണ്ട് ഇന്ത്യ ഇവരെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇന്ത്യ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളത് മാത്രമല്ല, കൃത്യമായിട്ട് എവിടെയാണെങ്കിലും അവരെ പോയി നശിപ്പിക്കുന്ന നിലപാട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ജമ്മു കാശ്മീരിലെ ഉറിയിൽ നടന്നൊരു ഭീകരാക്രമണം ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണ്. അവിടെ 19 സൈനികരും 19 സൈനികർ തൽക്ഷണം മരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. 39ഓളം സൈനികർക്ക് ഭീകരമായിട്ടുള്ള രീതിയിൽ അന്ന് പരിക്ക് പറ്റിയിരുന്നു. 4 ജയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തകരാണ് ഈ ഒരു വിഷയം ചെയ്തത്. ഇതിന് നേതൃത്വം നൽകിയ ജയ്ഷെ മുഹമ്മദ് നേതാക്കന്മാരും അതോടൊപ്പം തന്നെ നിരവധി ഭീകരാക്രമണങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് നടത്തിയ ഭീകരവാദികളെയും കൃത്യമായിട്ട് അവരെവിടെയാണോ ഉള്ളത് ആ സ്ഥലത്ത് പോയി തന്നെ ഇത് ചെയ്ത് തീർത്ത് നടപ്പിലാക്കുന്ന അവസ്ഥയിലേക്ക് ചാരസംഘടനകളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള തരത്തിലേക്ക് തന്നെ ഈ അജ്ഞാതർ പോയി ചെയ്യുകയാണ്. അജ്ഞാതന്റെ വെടിയൊച്ചകൾ മാത്രം കേൾക്കുന്ന ഒരു നാടായിട്ട് പാകിസ്ഥാൻ മാറുകയാണ്. ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന സമയങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുള്ള ഓരോ ഭീകരവാദിയെയും പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാടും കൃത്യമായിട്ടുള്ള സംവിധാനവും ഇന്ത്യ മഹാരാജ്യത്തിന്റെ കയ്യിലുണ്ട്. അത് നല്ല പോലെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഏത് ഭീകരനെ ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞാലും, ഇന്ന സ്ഥലത്ത് ഇവനുണ്ട് എന്ന് പറഞ്ഞാലും പാകിസ്ഥാൻ പറയുന്ന ആദ്യം പറഞ്ഞ പോലെ ഒരേ ഒരു ഡയലോഗ് മാത്രമാണ്, അവർ പാകിസ്ഥാനിലില്ല, ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുമല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇവർ പറയാം. അപ്പൊ ഇവരുടെ ഈ ഒരു സംസാര രീതികളെല്ലാം കേട്ട് ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു പരിധി വരെ നമ്മുടെ സർക്കാരുകൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. കാരണം നിസ്സാരമായിട്ട് നമ്മുടെ രാജ്യത്ത് കയറി വന്നുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് ഭീകരാക്രമണം നടത്തുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഭീകരവാദികൾക്ക് പ്രവർത്തിക്കാനുള്ള സാമ്പത്തികം കൊടുക്കുക, കുറെ കാര്യങ്ങൾക്ക് എവിടെ ആക്രമിക്കണം, എങ്ങനെ ആക്രമിക്കണം, എത്ര പേരെ വധിക്കണം, ഇതൊക്കെ തീരുമാനിക്കുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറെ നിർദ്ദേശങ്ങൾ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് തന്നെ നൽകുക. ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള സുഡാപ്പി ഭീകരന്മാർ, ജിഹാദികൾ കൃത്യമായിട്ട് ഇന്ത്യൻ സൈന്യത്തെയും നമ്മുടെ രാജ്യത്തെ പൗരന്മാരെയും ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി ശ്രമങ്ങളും നടത്തും. അപ്പോൾ ഈ ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിന് പലപ്പോഴായിട്ട് പ്രതിസന്ധിയായിട്ടുള്ളത്. അതാണ് 2014 മുന്നോടിയായിട്ട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ചോരക്കളങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഈ ഭീകരവാദികൾക്ക് സാധിച്ചത്. ഇപ്പോൾ ഈ ഭീകരവാദികളെ അവരുടെ മടയിൽ കയറിക്കൊണ്ട് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അജ്ഞാത സംഘങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ രീതിയിൽ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന തന്നെയാണ്.